ഹലോ ഫ്രണ്ട്സ്, ഇൻസൈറ്റ് PSC കോച്ചിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2020 ഒക്ടോബർ മാസത്തിലെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 24 ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ലോക ഹൃദയ ദിനം എന്നാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ: സാമൂഹ്യനീതി വകുപ്പിലെ ആനുകൂല്യങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാൻ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? തേർഡ് വൺ: ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന ഏതാണ്? ഫോർത്ത് വൺ: 2020 സെപ്റ്റംബറിൽ കന്നുകാലി കശാപ്പ് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഫിഫ്ത്ത് വൺ: രാജ്യസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അവിശ്വാസ പ്രമേയ നോട്ടീസ് നേരിട്ട ആദ്യ രാജ്യസഭാ ഉപാധ്യക്ഷൻ ആരാണ്? ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് ഓൺ നാഷണലിസം, പാട്രിയോട്ടിസം ആൻഡ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി ഇന്ത്യൻ. ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് ഓൺ നാഷണലിസം, പാട്രിയോട്ടിസം ആൻഡ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി ഇന്ത്യൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം: ഡോക്ടർ ശശി തരൂർ. 2020 ഒക്ടോബറിൽ CH രാഷ്ട്രസേവാ പുരസ്കാരം ലഭിച്ചത് ശശി തരൂറിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അന്താരാഷ്ട്ര ബാലികാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ഒരു ദിവസത്തേക്ക് ചുമതലയേറ്റ 18-കാരി ആരാണ്? അന്താരാഷ്ട്ര ബാലികാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ഒരു ദിവസത്തേക്ക് ചുമതലയേറ്റ 18-കാരി ആരാണ്? ഉത്തരം: ചൈതന്യ വെങ്കിടേശ്വരൻ. ഇന്ത്യയിലുള്ള ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ നയതന്ത്ര പദവിയാണിത്. അടുത്ത ചോദ്യം: 2020 ഒക്ടോബറിൽ IRDA ആരംഭിച്ച പുതിയ ഇൻഷുറൻസ് പോളിസി ഏതാണ്? 2020 ഒക്ടോബറിൽ IRDA ആരംഭിച്ച പുതിയ ഇൻഷുറൻസ് പോളിസി ഏതാണ്? ഉത്തരം: സരൾ ജീവൻ ഭീമ. സരൾ ജീവൻ ഭീമ. അടുത്ത ചോദ്യം: 2020 ആദ്യ ATP കിരീട ജേതാവ് ആരാണ്? 2020 ആദ്യ ATP കിരീട ജേതാവ് ആരാണ്? ഉത്തരം: അലക്സാണ്ടർ ജ്വരേവ്. അടുത്ത ചോദ്യം: ഷെയ്ഖ് റസൽ ഇൻ്റർനാഷണൽ എയർ റൈഫിൾ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ ഷൂട്ടർ ആരാണ്? ഷെയ്ഖ് റസൽ ഇൻ്റർനാഷണൽ എയർ റൈഫിൾ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ ഷൂട്ടർ ആരാണ്? ഉത്തരം: എളവനിൽ വലേറിവാൻ. വുമൺസ് 100 മീറ്റർ എയർ റൈഫിളാണ് ഐറ്റം. പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയ താരം നവോയ ഒക്കാഡ. വെള്ളി മെഡൽ നേടിയത് ഇന്ത്യൻ താരം ഷാഹു തുഷാറാണ്. ബംഗ്ലാദേശിൻ്റെ ബാക്കി അബ്ദുള്ള ഹേൽ വെങ്കല മെഡലും നേടി. അടുത്ത ചോദ്യം: 2020 ജർമ്മൻ പുസ്തക പ്രസാധക സംഘത്തിൻ്റെ സമാധാന പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ അമർത്യ സെൻ. 2020 ജർമ്മൻ പുസ്തക പ്രസാധക സംഘത്തിൻ്റെ സമാധാന പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ അമർത്യ സെൻ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം: പാങ്ങപ്പാറ. അടുത്ത ചോദ്യം: 2020 ഒക്ടോബറിൽ കേരളത്തിൽ പോർട്ട് മ്യൂസിയം, തുറമുഖ മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? 2020 ഒക്ടോബറിൽ കേരളത്തിൽ തുറമുഖ മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? ഉത്തരം: ആലപ്പുഴ. അടുത്ത ചോദ്യം: NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് NTPCയുടെ CMD ആയി വീണ്ടും നിയമിതനായത് ആരാണ്? NTPCയുടെ CMD ആയി വീണ്ടും നിയമിതനായ വ്യക്തി ആരാണ്? ഉത്തരം: ഗുരുദീപ് സിംഗ്. അടുത്ത ചോദ്യം: ജലജീവൻ മിഷൻ മുഖേന നൽകുന്ന വാട്ടർ കണക്ഷനുകളുടെ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനായി
കേരള വാട്ടർ അതോറിറ്റി വികസിപ്പിച്ച വെബ് ആപ്ലിക്കേഷൻ ഏതാണ്? ജലജീവൻ മിഷൻ മുഖേന നൽകുന്ന വാട്ടർ കണക്ഷനുകളുടെ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി വികസിപ്പിച്ച വെബ് ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ഇ-ടാപ്പ്. അടുത്ത ചോദ്യം, ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത് എന്തിനെയാണ്? ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത് എന്തിനെയാണ്? ഉത്തരം ഇടിമിന്നൽ. അടുത്ത ചോദ്യം, കിഫ്ബി അംഗീകാരം ലഭിച്ച കേരളത്തിലെ കടൽപ്പാലം ഏതാണ്? കിഫ്ബി അംഗീകാരം ലഭിച്ച കേരളത്തിലെ കടൽപ്പാലം ഏതാണ്? ഉത്തരം പൊന്നാനി കടൽപ്പാലം. ഹൗറ പാലത്തിൻ്റെ മാതൃകയിലാണ് കടൽപ്പാലം നിർമ്മിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്തെ ആദ്യ ഇൻ്റലിജൻ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം നടപ്പിലാക്കുന്ന നഗരം ഏതാണ്? സംസ്ഥാനത്തെ ആദ്യ ഇൻ്റലിജൻ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം നടപ്പിലാക്കുന്ന നഗരം ഏതാണ്? ഉത്തരം കൊച്ചി. അടുത്ത ചോദ്യം, ഏത് രാജ്യത്തിലെ ആയുധ നിർമ്മാണ കമ്പനിയായ ഹെക്ടർ ആൻഡ് കോക്ക് പുറത്തിറക്കുന്ന MP5 തോക്കുകളാണ് കേരള പോലീസിൻ്റെ കമാൻഡോ വിഭാഗത്തിനും നക്സൽ വിരുദ്ധ സേനയ്ക്കുമായി വാങ്ങുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ഏത് രാജ്യത്തിലെ ആയുധ നിർമ്മാണ കമ്പനിയായ ഹെക്ടർ ആൻഡ് കോക്ക് പുറത്തിറക്കുന്ന MP5 തോക്കുകളാണ് കേരള പോലീസിൻ്റെ കമാൻഡോ വിഭാഗത്തിനും നക്സൽ വിരുദ്ധ സേനയ്ക്കുമായി വാങ്ങുന്നത്? ഉത്തരം ജർമ്മനി. അടുത്ത ചോദ്യം, അടുത്ത 20 വർഷത്തിനുള്ളിൽ കാർബൺ ന്യൂട്രൽ നഗരമാകാൻ പോകുന്ന ഓസ്ട്രേലിയയിലെ ആദ്യ നഗരം ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. അടുത്ത 20 വർഷത്തിനുള്ളിൽ കാർബൺ ന്യൂട്രൽ നഗരമാകാൻ പോകുന്ന ഓസ്ട്രേലിയയിലെ ആദ്യ നഗരം ഏതാണ്? ഉത്തരം മെൽബൺ. അടുത്ത ചോദ്യം, 2020 ഒക്ടോബറിൽ കാർഷിക ക്ഷേമ ബോർഡിൻ്റെ ചെയർമാനായി ചുമതലയേറ്റത് ആരാണ്? 2020 ഒക്ടോബറിൽ കാർഷിക ക്ഷേമ ബോർഡിൻ്റെ ചെയർമാനായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം ഡോക്ടർ പി രാജേന്ദ്രൻ. അടുത്ത ചോദ്യം, സ്കൂളിൽ പോകാനാകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈനിൻ്റെ പേരെന്താണ്? സ്കൂളിൽ പോകാനാകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈനിൻ്റെ പേരെന്താണ്? ഉത്തരം ചിരി. ഈ ഹെൽപ്പ് ലൈൻ നമ്പർ ഇതാണ്: 9497900200. ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്നുകൂടി പറയാം: 9497900200. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒക്ടോബറിൽ ഇന്ത്യയിൽ പ്രക്ഷേപണം അവസാനിപ്പിച്ച അമേരിക്കൻ ടെലിവിഷൻ ചാനലുകൾ ഏതൊക്കെയാണ്? ഒക്ടോബറിൽ ഇന്ത്യയിൽ പ്രക്ഷേപണം അവസാനിപ്പിച്ച അമേരിക്കൻ ടെലിവിഷൻ ചാനലുകൾ ഏതൊക്കെയാണ്? ഉത്തരം HBO, WB. അടുത്ത ചോദ്യം നോക്കാം. ജെറ്റ് എയർവേസിനെ ഏറ്റെടുക്കുന്ന കാർലോ ക്യാപിറ്റൽ ഏത് രാജ്യത്തു നിന്നുള്ള കമ്പനിയാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ജെറ്റ് എയർവേസിനെ ഏറ്റെടുക്കുന്ന കാർലോ ക്യാപിറ്റൽ ഏതു രാജ്യത്തു നിന്നുള്ള കമ്പനിയാണ്? ഉത്തരം UK. അടുത്ത ചോദ്യം, INS സിന്ധുവീർ എന്ന അന്തർവാഹിനി ഇന്ത്യ ഏത് രാജ്യത്തിന് നൽകാനാണ് തീരുമാനിച്ചത്? INS സിന്ധുവീർ എന്ന അന്തർവാഹിനി ഇന്ത്യ ഏത് രാജ്യത്തിന് നൽകാനാണ് തീരുമാനിച്ചത്? ഉത്തരം മ്യാൻമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിത താമസം ഒരുക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിത താമസം ഒരുക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം എൻ്റെ കൂട്. അടുത്ത ചോദ്യം നോക്കാം. ലോക സ്ഥിതിവിവരക്കണക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്നാണ്? ലോക സ്ഥിതിവിവരക്കണക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്നാണ്? ഒക്ടോബർ 20. ഓരോ 5 വർഷം കൂടുമ്പോഴാണ് ലോക സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ആചരിക്കുന്നത്. 2010 ആഹ്വാനം ചെയ്തത്. 2020 തീം വിശ്വാസയോഗ്യമായ വിവരങ്ങൾ കൊണ്ട് ലോകത്തെ കൂട്ടിയോജിപ്പിക്കുക, കണക്റ്റിംഗ് ദ വേൾഡ് വിത്ത്
ഡാറ്റ വി ക്യാൻ ട്രസ്റ്റ്. 2020 തീം ഇതാണ്, വിശ്വാസയോഗ്യമായ വിവരങ്ങൾ കൊണ്ട് ലോകത്തെ കൂട്ടിയോജിപ്പിക്കുക. കണക്റ്റിംഗ് ദ വേൾഡ് വിത്ത് ഡാറ്റ വി ക്യാൻ ട്രസ്റ്റ്. അസ്ഥിബലക്ഷയ ദിനം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് ഡേ എന്നാണ്? ഒക്ടോബർ 20. 40 വയസ്സിന് മുകളിൽ ഉള്ള സ്ത്രീ പുരുഷന്മാരിൽ കണ്ടുവരുന്ന അസ്ഥികൾ ദ്രവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2020 ഒക്ടോബറിൽ ക്ലീൻ ടെക് ഡെമോ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? 2020 ഒക്ടോബറിൽ ക്ലീൻ ടെക് ഡെമോ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ ഓർഗാനിക് സ്പൈസസ് സീഡ് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഓർഗാനിക് സ്പൈസസ് സീഡ് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗുജറാത്ത്. ഇന്ത്യയിൽ നാഷണൽ അതോറിറ്റി ഓഫ് ഷിപ്സ് റീസൈക്ലിംഗ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ നാഷണൽ അതോറിറ്റി ഓഫ് ഷിപ്സ് റീസൈക്ലിംഗ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഗാന്ധിനഗർ, ഗുജറാത്ത്. അടുത്ത ചോദ്യം നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സിങ്ക് സ്മെൽറ്റർ പ്രോജക്റ്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സിങ്ക് സ്മെൽറ്റർ പ്രോജക്റ്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗുജറാത്ത്. അടുത്ത ചോദ്യം. 2020 ഫോബ്സ് മാഗസിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണ്? 2020 ഫോബ്സ് മാഗസിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണ്? ഉത്തരം സോഫിയ വെർഗേര. സോഫിയ വെർഗേര. അടുത്ത ചോദ്യം നോക്കാം. 2020 ഒക്ടോബറിൽ സംഗീതജ്ഞനായ മാവേലിക്കര പ്രഭാകര വർമ്മയുടെ സ്മരണാർത്ഥം നൽകുന്ന സംഗീത പ്രഭാകര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2020 ഒക്ടോബറിൽ സംഗീതജ്ഞനായ മാവേലിക്കര പ്രഭാകര വർമ്മയുടെ സ്മരണാർത്ഥം നൽകുന്ന സംഗീത പ്രഭാകര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം പ്രൊഫസർ പാറശാല രവി. അടുത്ത ചോദ്യം. കേരളത്തിൽ അന്താരാഷ്ട്ര പുരാരേഖ പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ അന്താരാഷ്ട്ര പുരാരേഖ പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം. 2020 ഒക്ടോബറിൽ സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് സേഫ് സിറ്റി പ്രോജക്റ്റ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? 2020 ഒക്ടോബറിൽ സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് സേഫ് സിറ്റി പ്രോജക്റ്റ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം തെറ്റായിട്ടാണ് പറഞ്ഞിരുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1971 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തിരുത്തി 1977 എന്ന് പഠിക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത 5 റിവിഷൻ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.